എന്തൊരു ചൂട്ട അതെ അവിടെ കിടന്നിരുന്ന ചെരുപ്പെടുത്തിട്ടതാടി അതാണ് ഈ കൊള്ളണമില്ല കളഞ്ഞിട്ട് പോവല്ലേ എന്താന്നറിയില്ല മൊബൈൽ ഇല്ലാതെ വേറെ ആരും സഹിക്കുന്നേ ഇതാണ് സംഗീതയുടെ അമ്മ. അത് ഞാൻ പറഞ്ഞോളാം. ഇതാണ് എന്റെ ഭാര്യ സംഗീതയുടെ അമ്മ. അതല്ലേ ഈ പുള്ളിയും പറഞ്ഞത്. ഞാൻ കോട്ടിട്ടുണ്ടോ അതുകൊണ്ട് അതുകൊണ്ടാ പറഞ്ഞത്. അത് ചോദിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം പറയും. എന്റെ ഒരു ശീലമാണ്. ഞങ്ങളുടെ തറവാട്ടുകാരായിട്ട് ഭയങ്കര രസിക്കാരാ. ഇതൊക്കെ പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ. 3000 രൂപയാണ് വില. ഷോർട്ടിലുണ്ടാ 350 സ്റ്റിക്കർ ഒന്ന് എടുത്ത് മാറ്റി വന്നത് ആര്. മോൾക്ക് ഈ സംഗീതത്തിന്റെ കഴിവ് ആരുടെ കഴിവാണ് മോൾക്ക് കിട്ടിയത്? സത്യം പറഞ്ഞാൽ അമ്മച്ചി ഞാൻ ചെയ്തത് തെറ്റാണ് പറയുന്നത്. സത്യം പറയാൻ പറഞ്ഞു. അയ്യോ ആ സത്യമല്ല, വേറൊരു വാക്കുണ്ടല്ലോ മുള്ളി. അമ്മ ആക്ച്വലി ആണ്. അതന്നെ അതന്നെ. സത്യം പറഞ്ഞാൽ ഇത് ഇവൾക്ക് ഇപ്പൊ കിട്ടിയ കഴിവല്ല. ഞാൻ പ്രസവിച്ച് 2 മാസം കഴിഞ്ഞ് കുറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എല്ലാവരും തിരഞ്ഞു നോക്കിയപ്പോ എന്താ അവള് സിംഗപ്പൂര് പോയി നീന്തി തുടിച്ച് പാട്ട് പാടുന്നു. സ്വിമ്മിംഗ് പൂളാണ് ഉദ്ദേശിച്ചത്. സിംഗപ്പൂർ എന്താ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ? മിണ്ടാതിരി അവിടെ. പിന്നെ ഞാൻ എന്റെ മോളെ ഭയങ്കര ഓർഫനേജ് ആയിട്ടാ വളർത്തിയത്. ഓർഫനേജ് എന്ന് പറഞ്ഞ അനാഥാലമാണ് തള്ളേ. അതൊക്കെ എനിക്കറിയാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ഭയങ്കര ലാളിത്യമായി വളർത്തില്ലേ മോളെ, അതാ ഉദ്ദേശിച്ചത്. മലയാളം മതി കേട്ടോ. അതെന്നാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത്രയും വലിയ ചാനൽ കയറില്ലേ? അല്ല ഇംഗ്ലീഷ് അറിയാന്നുള്ളതുകൊണ്ടാ പറഞ്ഞു. ആണോ? പിന്നെ നമുക്ക് പപ്പയെ വിളിക്കാം കേട്ടോ. കപ്പയൊക്കെ പാടത്തില്ലേ? ഡാഡിനെ വിളിക്കാം. ഓ ഡാഡി, യു കോൾ മീ ഡാഡി. യു നോ.